അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ മനോഹരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. സൂറത്തുർ റഹ്മാനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. സൂറത്തിൻ്റെ പേര് തന്നെ അർ-റഹ്മാൻ എന്നാണ്. പരമകാരുണികൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് നോക്കാൻ ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുർ റഹ്മാൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിൽ ഒന്നാണ് അതിൽ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുക? ഈ ചോദ്യം സൂറത്തിൽ പല തവണയായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് ആവർത്തിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് എത്ര തവണയാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ശ്വാസം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. സൂറത്തുർ റഹ്മാൻ നമ്മോട് ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഒരു പുതിയ ദിവസം തന്നെ ലഭിക്കുന്നു. ശ്വസിക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു, നടക്കാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ കഴിയുന്നു. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന കാര്യങ്ങളായി തോന്നാം. പക്ഷേ ഇവയിൽ ഓരോന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ വചനങ്ങൾ വെറും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാതെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാനും ശ്രമിക്കണം നമ്മൾ. സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അർ-റഹ്മാൻ എന്ന വാക്കിലൂടെയാണ്. അള്ളാഹു പരമകാരുണികനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. തൗബ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. ദുആ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. നിസ്കരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു മനുഷ്യനോട് പല അനുഗ്രഹങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചതിനെക്കുറിച്ചും പറയുന്നു. ഇത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിന് മാർഗദർശനമാണ്. ഖുർആനിൽ തന്നെ നമ്മുടെ എല്ലാ അസുഖത്തിനുമുള്ള മരുന്നുകളുമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രകാശമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആനുമായി നമ്മുടെ ബന്ധം ശക്തമാക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവസവും കുറച്ച് ആയത്തുകളെങ്കിലും ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ചില സൂറത്തുകളെങ്കിലും ഓതാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. യാസീന്, സൂറത്തുൽ മുൽക്ക്, വാഖിയ, അർ-റഹ്മാൻ, ഇങ്ങനെയൊക്കെയുള്ള സൂറത്തുകൾ നമ്മൾ എന്നും മഗ്‌രിബിൻ്റെ ശേഷം ഓതാൻ വേണ്ടി ശ്രമിക്കണം. അർത്ഥം മനസ്സിലാക്കാൻ പ്രത്യേകമായി ശ്രമിക്കണം. അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും നമ്മെ ചിന്തിപ്പിക്കുന്നു. സൂര്യനും ചന്ദ്രനും, ആകാശവും ഭൂമിയും, കടലും കരയും, സസ്യങ്ങളും മരങ്ങളും, മനുഷ്യനും ജിന്നും, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്.
നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ഓരോ സൃഷ്ടിയിലും അല്ലാഹുവിൻ്റെ ശക്തിയുടെ അടയാളങ്ങളുണ്ട്. ഒരു ചെറിയ വിത്തിൽ നിന്ന് ഒരു വലിയ മരം വളരുന്നു. മഴ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. വറ്റിപ്പോയ ഭൂമി വീണ്ടും ജീവൻ നേടുന്നു. ഇതെല്ലാം നമ്മെ അല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാൻ നമ്മോട് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്: നിങ്ങളുടെ രക്ഷിതാവിൻ്റെ എന്തെല്ലാം അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്ന്. ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചോദിക്കാം. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആരോഗ്യം ലഭിച്ചു, കുടുംബം ലഭിച്ചു, വീട് ലഭിച്ചു, ആവശ്യത്തിലേറെ ഭക്ഷണങ്ങൾ ലഭിച്ചു. എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂട്ടത്തിലുണ്ട്. ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ പഠിച്ചു. ഇവയെല്ലാം ഓർത്ത് അല്ലാഹുവിനോട് നന്ദി നമ്മൾ എപ്പോഴും പറയണം. അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയത്തിൽ തട്ടി നമ്മൾ അല്ലാഹുവിനോട് പറയണം. ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലർ രോഗങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. ചിലർ കുടുംബ പ്രശ്നങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. ചിലർ മനസ്സിലെ വിഷമങ്ങളിലൂടെ പരീക്ഷിക്കപ്പെടുന്നു. അത്തരം സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പ്രശ്നത്തിലേക്ക് മാത്രം പോകാം. പക്ഷേ സൂറത്തുർ റഹ്മാൻ നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുകൾക്കിടയിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മറക്കരുത് എന്നതാണ്. നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം, സബർ പാലിക്കാം, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കാം. സൂറത്തുർ റഹ്മാൻ വായിക്കുമ്പോൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ നമ്മൾ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. വേഗത്തിൽ തീർക്കുക എന്നതിലുപരി ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ആവർത്തിക്കുന്ന ആയത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിൽ ഓർക്കണം. എൻ്റെ റബ്ബിൻ്റെ ഏത് അനുഗ്രഹമാണ് ഞാൻ നിഷേധിക്കുക എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി വർദ്ധിക്കും. ഖുർആൻ അല്ലാഹുവിൻ്റെ വചനമാണ്. അതിനെ നാം ഇബാദത്തായും മാർഗദർശനമായും സമീപിക്കണം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കണം. അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ശക്തമാക്കണമേ റബ്ബേ. ഖുർആനുമായി ഞങ്ങളുടെ ബന്ധം ശക്തമാക്കണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറുദ്ദുആ എന്ന ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.